ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നാം നമ്മുടെ ജീവിതത്തിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികളിൽ ചിലത് നടക്കാതെയിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി നടക്കുന്ന ഒരേ ഒരു ദൈവിക പദ്ധതി എന്നുള്ളത് നമ്മുടെ മരണം മാത്രമാണ്. എന്നാൽ മരണം കൊണ്ട് അവസാനിക്കുന്നതാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതം. യോഹന്നാന്റെ സുവിശേഷം 11:25 മർത്തിയോട് യേശുനാഥൻ പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14:1 യേശുനാഥൻ പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ക്രൈസ്തവന്റെ ജീവിതമെന്നും മരണമെന്നത് പുനരുത്ഥാനത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് എന്ന സത്യമാണ്. എന്നാൽ നാം ക്രൈസ്തവരായതുകൊണ്ട് മാത്രം നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ അംഗങ്ങളാകുവാനായിട്ട് സാധിക്കുമോ? മത്തായിയുടെ സുവിശേഷം 7:21 യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പിതാവേ പിതാവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ പടുത്തുയർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം എല്ലാവരും സ്വർഗരാജ്യത്തിന് അർഹരായിത്തീരുന്നത് എന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നത്, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവിൻ. എപ്രകാരം നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ സങ്കടത്തിന് ഒരു പരിഹാരമാകുന്നതിലൂടെ, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം പകരുന്നതിലൂടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ, ഇപ്രകാരമെല്ലാമാണ് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നത്. പലപ്പോഴും ഈ ഒരു ബോധ്യം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് സ്വർഗരാജ്യത്തിന്റെ പ്രാധാന്യം നാം നമ്മുടെ ജീവിതത്തിൽ മറന്നുപോകുന്നത്. വീണ്ടും സ്വർഗരാജ്യത്തിന്റെ പ്രാധാന്യത്തിന് നാം വില കുറച്ച് കാണുന്നത്, നാം ആര് തന്നെയായിരുന്നാലും മരിക്കുമ്പോൾ നാം ഒറ്റയ്ക്കാണ് എന്നൊരു ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടും, നമുക്ക് എത്ര പണമുണ്ടെങ്കിലും പ്രശസ്തിയുണ്ടെങ്കിലും മരണത്തെ നാം നേരിടേണ്ടത് ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതും കൊണ്ടാണ്. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 മക്കബാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ എലയാസർ എന്ന വൃദ്ധൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കാൻ വിസമ്മതിച്ച് മരണം സ്വീകരിക്കുന്നതും, 7-ാം അധ്യായത്തിൽ അമ്മയും 7 സഹോദരന്മാരും മരണം സ്വീകരിക്കുന്നതും, അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 60-ാം വാക്യത്തിൽ ആ വേദനകൾക്കിടയിലും സ്തെഫാനോസ്, കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പറയുന്നതും, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:18 നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നാം സഹിക്കുന്നത് വെറും നിസ്സാരമാണെന്ന് പൗലോസ്ലീഹ പറയുന്നതുമെല്ലാം സ്വർഗരാജ്യത്തിന്റെ ബോധ്യം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗരാജ്യത്തിനായി നാം പ്രാധാന്യം നൽകുകയും അപ്രകാരം ഒരു ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സ്വർഗരാജ്യത്തിന് അർഹരായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ എന്നിലേക്ക് തിരിയുവിൻ, അങ്ങനെ രക്ഷ സ്വീകരിക്കുവിൻ, ഞാനാണ് ദൈവം. ഈ ഒരു ബോധ്യത്തോടുകൂടെ ഭൗതികമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ ഇടം നേടുവാനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.